പ്രാവശ്യം ഞങ്ങൾ ഒരു 6-7 ഫാമിലി 10-30 പേർക്ക് ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി ഒരു 3 ദിവസത്തിനെടുത്ത ഫുള്ള് വീടാണിത്. മലയുടെ ചുവട്ടിലാണ്. മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് താമസിക്കാം. താഴോട്ടും ഉണ്ട് അങ്ങനെ സൈഡ് മല, ഫുൾ വീട് ആണ്. അപ്പോൾ വീട്ടിലോട്ട് നമുക്കിങ്ങനെ ഫ്രണ്ട് വഴി കയറിക്കഴിഞ്ഞാൽ ആദ്യം പഴയ കാലത്തൊരു മലമാലയാണ്. ഏതാണ്ട് 150-200 കൊല്ലം പഴക്കമുള്ളതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ശരിയാ, ഇതുണ്ടോ 1754 ഉള്ള സാധനം. അമ്മച്ചി പറഞ്ഞത് കറക്റ്റ്. അവരമ്മച്ചി അതെല്ലാം നോക്കുന്നേ. ഇവിടെ വന്നപ്പോൾ വെച്ച സാധനങ്ങൾ, കുപ്പി, അതെല്ലാം നമുക്ക് പറ്റിയല്ലോ. ഓക്കെ, അവിടെ നിന്ന് നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ നില കക്കൂസ്, കുളിമുറികൾ എല്ലാം ഉണ്ട്. കക്കൂസ്, കുളിമുറി, കയറി വരുന്നവർക്ക് സാധനങ്ങളൊക്കെ ഇടാൻ. ഇവിടെ ഒരു TV റൂമുണ്ട്. TV റൂം. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും കൂടെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലം. അത്രയും സെറ്റപ്പുണ്ട്. വെട്ടം വന്നു. ഇതുപോലെ ഇങ്ങനെ റൂമുകളാണ്. ഒരു ഡബിൾ ട്രിപ്പിൾ കട്ടിലുള്ള റൂമുകളാണ്. ഇവിടുന്ന് പുറത്തോട്ടിറങ്ങാം. ഇത് 3ാമത്തെ നില. ഇങ്ങനെ 3 നില ആണ് നമ്മുടെ റൂമുകൾ. ഇവിടെയും കക്കൂസ് ഉണ്ടായിരുന്നു. റൂമുകളിൽ കക്കൂസില്ല. ചില റൂമുകളിൽ കുളിമുറി. അതുപോലെ വേറെ റൂം കാണിച്ചു തരാം. സാധാരണ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടുള്ളവർക്ക് കാണാം റൂം. ഇവിടെ കിടന്നുറങ്ങുന്നവർക്ക് വേണമെങ്കിൽ വേറൊരാൾ അവിടെ കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ കുളിക്കുന്നത്, തേച്ച് കുളിക്കുമെന്നൊക്കെ പറയാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. എന്നുണ്ടോ, പുറത്തോട്ട് നല്ല വ്യൂ. ഇങ്ങനെയൊക്കെയാണ് കുറേ റൂമുകൾ, ഓരോ ടൈപ്പിലാണ്. റൂമുകളുടെ അകം ഇതുണ്ടോ. നമ്മളിപ്പം അത്യാവശ്യം ഒരു മോൻ കഴിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ചിലയിടത്ത് കുളിമുറി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് അത്യാവശ്യം സൂര്യതയൊക്കെ കണ്ട് കിടന്നുറങ്ങാം. വളരെ സിമ്പിൾ പരിപാടികളാണ്. പഴയ കാലത്തെ കെട്ടിടങ്ങളാണ്. ആ താഴെ കാണുന്ന ആ വീട്ടിലാണ് ഇതിൻ്റെ ഉടമ താമസിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ഒരു 65 വയസ്സ്, ഒറ്റയ്ക്ക്. ആ വീട് ഒരു 100-300 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ഫുൾ തടി. സായിപ്പിൻ്റെയൊക്കെ രീതികൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പലതൊന്നും കളയാതെ. ചിലപ്പോൾ പോവുകയല്ലായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും എന്തോ. ഇവിടെയാണ് റൂമുകൾ. ടോട്ടൽ 16 റൂം. 2-3 കിടക്ക വെച്ചാണ് കേട്ടോ എല്ലായിടത്തും. ഇത് നമുക്ക് പുറത്തുനിന്ന് വീണ്ടും ഇവിടെ ഒന്ന് നിൽക്കുമോ. ഇന്ന് ഇച്ചിരി മഴയാണ്. ഇന്നിപ്പം നല്ല ദിവസമായിരുന്നു. അവിടെയൊക്കെ നല്ല ഇതുപോലെ തന്നെയുള്ള മലകളിലുള്ള വീടുകളാണ് അവിടെ. നിങ്ങൾക്ക് കാണാം. ഇത് കണ്ട ഇങ്ങനെ. ഇതുപോലെ തന്നെ വേറൊരു മലയ സൈഡിലാണ് ഞങ്ങളുടെ മലയുടെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ ഉണ്ട് മല മുകളിലോട്ട്. ഉണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ട് മല. താഴോട്ട് നോക്കിയാൽ ഒരു താഴ്വര. ഇങ്ങനെ ഇവിടെയെല്ലാം ഇതുപോലെയുള്ള വീടുകളാണ് ഭൂരിഭാഗം. മലയൊക്കെ ഉണ്ട്, മഞ്ഞുണ്ട്. മഞ്ഞൊക്കെ കുറവാണിപ്പം 2 സൈഡിലും. ഇതുപോലെ ഒരു വീക്കെൻഡ് നമ്മൾ വന്ന വീടിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇട്ടേക്കുന്നത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ കാണിച്ചാൽ നാട്ടിൽ ഇതുപോലെ ബിസിനസ് അവർക്ക് തുടങ്ങാനുള്ള ഐഡിയാസ് കിട്ടുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കേട്ടിട്ടെ അല്ലേ. ഇതൊരു ഒരു റൂമാണ്. ആൾക്കാർക്ക് വന്ന് കുളിക്കാനുള്ള റൂമുകൾ. ഇങ്ങനെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂ ഇരിക്കാം. അതുകൂടാതെ ഇവിടെ നമുക്ക് വെയിലുള്ളപ്പം ഗ്രില്ല് ചെയ്ത് കഴിക്കാം. അവിടെ ഒരു ഗ്രില്ലൊക്കെ ഉണ്ട്. നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാം. ഇതിനെയൊക്കെ ഇവിടെ വെയിലാണെങ്കിൽ ഇത് വലിച്ചു നീട്ടാം. പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അടുക്കള. നമ്മുടെ കൂടുതൽ ഈ ചേട്ടനാണ് ഇത് കണ്ടുപിടിച്ചത്. എടുക്കണല്ലേ, എനിക്ക് വയ്യ. കുഞ്ഞടുക്കള ഉണ്ടോ. വേസ്റ്റ് സൂക്ഷിക്കുന്നത്. അല്ലാതെ വാരിക്കെട്ടി ഇടാൻ പറ്റിയല്ല. അവന്മാർ നമ്മളിവിടെ പണിയെടുത്തോണ്ടിരിക്കും. വളരെ സിമ്പിൾ. ഇത് അത്യാവശ്യം കല്ല് ഉണ്ടാക്കാനുള്ള സാധനം.
ഇത് കണ്ടോ, അങ്ങ് അറ്റത്ത് മലകളിലെ വീടുകളും ഒക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ മഞ്ഞും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഇരിക്കാം ഒരു സമാധാനപരമായിട്ട്. ഇതാണ് റൂമിൻ്റെ അകം, നമ്മുടെ റൂമിൻ്റെ അകം. കണ്ടോ, പിള്ളേർ ഓരോ പരിപാടിയൊക്കെ ആയിട്ടിരിക്കുന്നു. നല്ല സ്റ്റൈൽ ആൻഡ് സെറ്റപ്പിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ. പഴയ കാലത്തെ സാധനങ്ങളാണ് കേട്ടോ, അത് കളയാതെ അവർ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ വൈകിട്ടായിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, അത്യാവശ്യം മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും 2-3 കുന്നുകളുടെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മളിവിടെ നടക്കാൻ പോവും. അങ്ങനെ സമാധാനപരമായിട്ട് ഓരോ വീക്കെൻഡുകളൊന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞു പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ആൾക്കാരൊക്കെ നടന്നു വരുന്നത് നമ്മുടെ ടീംസാണ്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടികളാണ് സായിപ്പിൻ്റെ ഇങ്ങനെയുള്ള ഹോളിഡേ വിലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരി, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. ഓക്കെ.